മറിയയുടെ ഗർഭധാരണത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. അതേപോലെ വിശുദ്ധ കന്യാമാതാവിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ സൂറ അലും ഇമ്രാൻ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 35-36 ആയത്തുകളിൽ ഇമ്രാന്റെ മകളായിട്ടാണ് ഈസയുടെ മാതാവിനെ പറയുന്നത്. ഇമ്രാന്റെ മകൾ. ഇമ്രാൻ എന്ന് പറഞ്ഞ ആരാണ്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബിളിൽ തന്നെ പരതണം, അല്ലാതെ നമുക്ക് ഖുറാനികമായിട്ട് മനസ്സിലാക്കാൻ കഴിയല്ല. ഖുറാൻ അതിൻ്റെ വിവരണമില്ല. ഇമ്രാൻ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അമ്രാന്റെ പേരാണ്. അമ്രാൻ അതാരാണ്? ആ അമ്രാമിന് 3 മക്കളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അവിടെ മോശ അല്ലെങ്കിൽ മൂസയും അഹറൂനും അഹറൂന്റെ സഹോദരി ആയിരിക്കുന്ന, അല്ലെങ്കിൽ മൂസയുടെയും അഹറൂന്റെയും സഹോദരിയും ഇമ്രാന്റെ മകളുമായിരിക്കുന്ന മിറിയത്തെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ആ മിറിയത്തെ കുറിച്ചാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ യേശുവിൻ്റെ മാതാവായിരിക്കുന്ന വിശുദ്ധ കന്യ മാതാവിനെ കുറിച്ചല്ല, മറിയത്തെ കുറിച്ചല്ല.